അയാൾക്ക് എന്നെ കൊണ്ട് അവളെ കെട്ടിക്കണമെന്നൊന്നുമില്ല. രുദ്രായുള്ള കല്യാണം പോലും എന്റെ പ്ലാൻ അല്ലായിരുന്നു. ഒരു പുച്ഛത്തോടെ കിച്ചു പറഞ്ഞു. നിന്റെ പ്ലാനോ? നീ എന്തൊക്കെയാ പറയുന്നേ കല്യാണം? നിന്റെ പ്ലാൻ ആണെങ്കിൽ പിന്നെ എന്തിനാ നീ കല്യാണം മുടക്കിയേ? സംശയത്തോടെ ശരൺ ചോദിച്ചു. അതിന് കിച്ചു ഒന്ന് ചിരിച്ചു. എടാ, ഞാൻ മുഴുവനായിട്ടൊന്ന് പറയട്ടെ. ഈ ദേവനുണ്ടല്ലോ, അയാളുടെ പേരിൽ ഒരുപാട് സ്വത്തുക്കളുണ്ട്. ഒരു 20 കോടിയിലധികം ഉണ്ടാകും. കല്യാൺ പറഞ്ഞു നിർത്തി കൂട്ടുകാരന്മാരെ നോക്കി. അവർ മനസ്സിലാകാതെ കിച്ചുവിനെ നോക്കി. നീ ഒന്ന് തെളിച്ചു പറ. ഈ കല്യാണം അവളെ കൊണ്ട് തന്നെ വേണ്ട എന്ന് പറയിപ്പിച്ചത് അയാളുടെ സ്വത്തുക്കൾ എന്റെ പേരിലാവാൻ വേണ്ടിയല്ലേ? ഒരു പുച്ഛത്തോടെ കിച്ചു പറഞ്ഞു. ഇപ്പോഴും ഞങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. അതിലേക്ക് തന്നെ ഞാൻ പറഞ്ഞു വരുന്നേ. അവളായി കല്യാണം വേണ്ട എന്ന് വെച്ചപ്പോ അവൾക്ക് നഷ്ടമായത് അവളുടെ സ്വന്തം കുടുംബം തന്നെയാണ്. ഇപ്പോ അവൾ പെരുവഴിയിലാണ്. ഇനി ഒരിക്കലും അയാൾ അവളെ ആ വീടിന്റെ പടി കിടക്കത്തില്ല. അത് 101% ഉറപ്പാണ്. ഇനി അയാളുടെ സ്വത്തുക്കളുടെ അവകാശം ഞാനാണ്. അയാളെ കൊണ്ടത് ഞാൻ എഴുതി വാങ്ങിച്ചിരിക്കും. ഒരു ക്രൂരമായ ചിരിയോടെ കല്യാൺ പറഞ്ഞു. നീ പൊളിയാണ് മുത്തേ, നിന്നെ സമ്മതിച്ചു തന്നേക്കുന്നു. ശരൺ അവന്റെ തോളിൽ തട്ടിക്കൊണ്ട് മറുപടി പറഞ്ഞു. കിച്ചു അതിന് ചിരിച്ചു. പിന്നെ അളിയ, നിന്റെ പെണ്ണിനെ കണ്ടു കിട്ടുമ്പോൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ശരൺ കിച്ചുവിന്റെ കാതിൽ മെല്ലെ പറഞ്ഞ് കിച്ചു അതിനൊന്ന് ചിരിച്ചു. ആദ്യം ഞാനൊന്ന് ആസ്വദിക്കട്ടെ മോനെ, എന്നിട്ടല്ലേ നിങ്ങൾക്ക്. അവളെ എന്നിട്ട് ഷെയർ ചെയ്യാം. കിച്ചു ഒരൊറ്റ കണ്ണിറുക്കി പറഞ്ഞു. അവരെല്ലാവരും പൊട്ടിച്ചിരിച്ചു. നിന്റെ ഈ തീരുമാനം ശരിയാണ് എന്ന് തോന്നുന്നുണ്ടോ കാഞ്ചു നിനക്ക്? കാഞ്ചുവിന്റെ കൂട്ടുകാരി സ്നേഹ ചോദിച്ചു. അതിൽ കാഞ്ചു ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ ഈ തീരുമാനം എനിക്ക് 100% ശരിയാണ് സ്നേഹ. കല്യാണിന്റെ ഒപ്പം ഉണ്ടെങ്കിലേ എൻ്റെ ചേച്ചിയെ നശിപ്പിച്ച അവനെയും അവൻ്റെ കൂട്ടുകാരന്മാരെയും എനിക്ക് ഈ ഭൂമിയിൽ നിന്ന് തുടച്ചു നീക്കാൻ കഴിയൂ. എൻ്റെ ചേച്ചി അവന്മാരുടെ കയ്യിൽ കിടന്ന് കരഞ്ഞില്ലേ, അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി അവർമാർ കരയിപ്പിക്കും ഞാൻ. കാഞ്ചന ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചുകൊണ്ട് പകയോടെ പറഞ്ഞു. പക്ഷെ നീ ഒരു പെണ്ണാണ്, അത് മറക്കണ്ട. നിനക്ക് നിന്റെ ചേച്ചിയുടെ ഗതി വരില്ല എന്ന് ആര് കണ്ടു കാഞ്ചു? സ്നേഹ ടെൻഷനോടെ പറഞ്ഞു. ഒരു പെണ്ണായതുകൊണ്ട് എന്താ? ഇവന്മാരെ പോലെയുള്ളവരുടെ മുന്നിൽ തലവുമിട്ട് നിൽക്കണോ? അതിനീ കാഞ്ചനയെ കിട്ടില്ല. എൻ്റെ ചേച്ചി അനുഭവിച്ച വേദന അവന്മാരും അറിയണം. അങ്ങനെ എൻ്റെ ജീവിതം നശിപ്പിച്ച ഒരുത്തനും ഈ ഭൂമിയിൽ സുഖമായി ജീവിക്കില്ല. അതിന് ഞാൻ സമ്മതിക്കില്ല സ്നേഹ. അത് പറയുമ്പോൾ ഒരു ലോകം തന്നെ ചുട്ടുചാമ്പലാക്കാൻ പാകത്തിന് ദേഷ്യമുണ്ടായിരുന്നു അവളുടെ കണ്ണിൽ. ഇനി നിന്നോട് ഞാൻ ഒന്നും പറയുന്നില്ല, പറഞ്ഞാലും നീ കേൾക്കില്ല എന്നറിയാം എന്ന് പറഞ്ഞ് സ്നേഹ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. സ്നേഹ പോയതും കാഞ്ചന അടച്ചിട്ട ഒരു റൂമിലേക്ക് ചെന്നു. അവൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറി. കട്ടിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളുടെ ചേച്ചിയുടെ അടുത്തേക്ക് ചെന്നു. ചേച്ചിയെ നശിപ്പിച്ച എല്ലാത്തിനെയും ഇല്ലാതാക്കാൻ ഞാൻ ഇറങ്ങുവാ ചേച്ചി. അവന്മാരെയെല്ലാം ചേച്ചി അനുഭവിച്ച വേദന അറിയിക്കും. കാഞ്ചന അവളുടെ ചേച്ചിയുടെ കൈ പിടിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഒന്നും അനങ്ങാൻ പോലും കഴിയാതെ തളർന്നു കിടക്കുകയായിരുന്നു കല്യാണി. ചേച്ചി, സമയം കുറേ ആയല്ലോ, ആസിക്ക് എന്തേ വരാത്തെ? ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് രുദ്ര ചോദിച്ചത്. ഇക്ക ഇപ്പോൾ വരും, നീ ക്ഷമിക്ക്, ശിവ പറഞ്ഞു. രുദ്രയൊന്ന് മൂളി. എന്താണ് 2 ഇത്തമാരും കൂടി പരിപാടി? അവരുടെ ഓപ്പോസിറ്റ് വന്നിരുന്ന് അസു ചോദിച്ചു. ഒന്നുമില്ലട ചെക്ക, നിന്റെ ഇക്ക വരാൻ സമയമായില്ലേ എന്ന് ചോദിച്ചതാ, ശിഖ പറഞ്ഞു. ഓ അതാണോ? ഇക്ക ഇപ്പോ ഏതോ കേസിന്റെ പുറകെയാണ്, അതാ വീട്ടിലേക്ക് വരാതെ ഇപ്പൊ വരുമെന്ന് തോന്നുന്നു, അസു പറഞ്ഞു. ആ പിന്നെ ചേച്ചി, ഇവിടെ നിങ്ങളല്ലാതെ വേറെ ആരുമില്ലേ? അച്ഛനും അമ്മയും? രുദ്ര ചോദിച്ചു. അത് കേട്ട് അസുവിന്റെ മുഖത്ത് വിഷമം നിറഞ്ഞു. അത് കണ്ട് എന്തോ കാര്യമുണ്ട് എന്ന് രുദ്രയ്ക്ക് മനസ്സിലായിരുന്നു. ഞങ്ങൾക്ക് ഉമ്മയില്ല രുദിത്ത, ഞാൻ ജനിച്ചതോടെ എൻ്റെ ഉമ്മ ഞങ്ങളെ വിട്ടു പോയി, വിഷമത്തോടെ അസു പറഞ്ഞു. അത് കേട്ട് രുദ്രയ്ക്ക് വിഷമമായി. ആ ഇപ്പൊ തുടങ്ങും ചെക്കൻ സെന്റി അടിക്കാൻ, ഞാനാണ് ഉമ്മയെ കൊന്നേ, ഞാൻ ജനിക്കണ്ടായിരുന്നു എന്നൊക്കെ. ഉമ്മയുടെ കാര്യം ചോദിച്ചാൽ അവൻ അതേ പറയാനുള്ളൂ. നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഈ കാര്യം പറഞ്ഞ് വിഷമിക്കരുത് എന്ന്. ശിവ ആശുവിനെ നോക്കി ദേഷ്യത്തോടെ പറഞ്ഞു. അസുർ വാടിയ പുഞ്ചിരി അവർക്ക് കൊടുത്തു. അപ്പോ ഉപ്പ? രുദ്ര സംശയത്തോടെ ചോദിച്ചു. അസുവിന്റെ മുഖത്ത് അതുവരെ ഉണ്ടായിരുന്ന വേദന പോയി അവിടെ പുച്ഛം നിറഞ്ഞു. ഉപ്പ, നിങ്ങളുടെ അച്ഛനെ പോലെ ഒരു ഉപ്പ തന്നെയാ ഞങ്ങൾക്കും. ഉമ്മ മരിച്ച 1 മാസമായില്ല, അപ്പോഴേക്കും അയാൾ വേറെ കല്യാണം കഴിച്ചു. അത് 2 കുട്ടികളുള്ള പെണ്ണും പിള്ളയെ. ആ കൊച്ചുങ്ങൾ വന്നതിൽ പിന്നെ ഞങ്ങളുടെ ഉപ്പാക്ക് വേണ്ടാതെയായി. അവരുടെ കാര്യങ്ങൾ മാത്രമായിരുന്നു ശ്രദ്ധ. ഇക്കാക്കമാരോടും പിന്നെ മിണ്ടുവായിരുന്നു, എന്നോടൊട്ടും മിണ്ടാതെ. ഉമ്മയെ കൊന്ന് പുറത്തു വന്നവൻ എന്ന് പറഞ്ഞു. കുറെ നാള് അവിടെ പിടിച്ചു നിന്നു. മാലിക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഒരു വാടക വീടെടുത്ത് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറി.
ഞങ്ങളുടെ എല്ലാ പഠിപ്പ് ചിലവ് നോക്കിയിരുന്നത് ഉമ്മയുടെ ഉപ്പയാ. അത് കഴിഞ്ഞ് ഇവരുടെ നിക്കാഹ് കഴിഞ്ഞ് ഇവര് വീട്ടിൽ കയറ്റില്ല. ഒരു ഹിന്ദു പെണ്ണിനെ മരുമകളായി വേണ്ട എന്ന് പറഞ്ഞ് ഇവരെ അടിച്ചിറക്കി. അന്ന് ഞാനും ഇവരുടെ ഒപ്പം ആ വീടിന്റെ പടിയിറങ്ങി. പിന്നെ ഞങ്ങൾ സന്തോഷത്തിലായിരുന്നു. പക്ഷെ അന്ന് മാലികയെ ഒരുപാട് മിസ് ചെയ്തിരുന്നു. അസു പറഞ്ഞു നിർത്തിയതും രുദ്ര അവനെ സംശയത്തോടെ നോക്കി. മിസ് ചെയ്തു എന്നോ? അതെന്താ? മാലിക എവിടെയായിരുന്നു? ജയിലിൽ. ചെയ്യാത്ത കുറ്റത്തിനാണ് എൻ്റെ ഇക്ക 3 വർഷം ജയിലിൽ കിടന്നത്. വാടിയ മുഖത്തോടെ അസു പറഞ്ഞു. ചെയ്യാത്ത കുറ്റത്തിനോ? അതെ, മാലികാക്കു ഡോക്ടറാണ്. അസു പറഞ്ഞതും രുദ്ര ആശ്ചര്യത്തോടെ ആണോ എന്ന് ചോദിച്ചു. അവൻ അതേ എന്ന് തലയാട്ടി. എന്താ ഉണ്ടായേ? ഇക്ക വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു കൊലപാതകം നടന്നു. പെൺകുട്ടിയായിരുന്നു അത്. ദാറ്റ് ഗേൾ വാസ് റേപ്ഡ്. അത് ചെയ്തവർ തന്നെയാ എൻ്റെ ഇക്കയെ കുടുക്കിയത്. അവിടുത്തെ ഒരു നഴ്സിന്റെ സഹായത്തോടെ ആ ഹോസ്പിറ്റൽ വെച്ച് തന്നെ ആ കുട്ടിയെ പോയിസൺ ഇഞ്ചക്ഷൻ ചെയ്തു കൊന്നു. എന്നിട്ട് അത് എൻ്റെ ഇക്കയുടെ തലയിലേക്ക് അങ്ങ് ചാർത്തി കൊടുത്തു. എല്ലാ തെളിവും എൻ്റെ ഇക്കാക്ക് എതിരായിരുന്നു. അസു പറഞ്ഞു നിർത്തി. എന്നാൽ കേട്ടതൊന്നും വിശ്വാസം വരാതെ ഇരിക്കുമായിരുന്നു രുദ്ര. അപ്പോ അവിടെ ക്യാമറ ഒന്നും ഉണ്ടായില്ലേ? രുദ്ര സംശയം വ്യക്തമാക്കി. ഉണ്ടായിരുന്നു, പക്ഷേ അന്നേരം അതൊന്നും വർക്കായിരുന്നില്ല. ആ കുട്ടിയെ ഇഞ്ചക്ഷൻ ചെയ്ത് നഴ്സിപ്പോ എവിടെയാണ് എന്നറിയില്ല. എന്തിന് ജീവനോടെ ഉണ്ട് എന്ന് പോലും അറിയില്ല. അവളാണ് എൻ്റെ ഇക്കാക്കെതിരെ സാക്ഷി പറഞ്ഞത്, കല്യാണി. അസു ദേഷ്യത്തോടെ പറഞ്ഞു നിർത്തി. ബാക്കി ഞാൻ പറയാം. 1 മാസമായിട്ടുള്ളൂ മാലിക് ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട്. ആസിക പറഞ്ഞു വെച്ചുള്ള അറിവിൽ മാലിക് ഒരു പാവമായിരുന്നു. പക്ഷേ 1 മാസം മുന്നേ ഞാൻ കണ്ട മാലിക് ഒരു ചെകുത്താനായിരുന്നു. എന്തിനും ദേഷ്യം, ആരുടെ അടുത്തും മിണ്ടാതെ വാതിലടച്ച് ഒറ്റയിരുപ്പായിരുന്നു. എന്നോടായിരുന്നു കൂടുതൽ ദേഷ്യം. ശിവ ബാക്കി പറഞ്ഞു നിർത്തി. രുദ്ര അവളെ സംശയത്തോടെ നോക്കി. ചേച്ചിയോട് എന്തിനാ ദേഷ്യം? എന്നോട് മാത്രമല്ല, ജയിലിൽ നിന്ന് വന്നപ്പോൾ അവന് പെണ്ണുങ്ങളോട് തന്നെ വെറുപ്പായിരുന്നു. അത് തന്നെയായിരുന്നു എന്നോടും. പക്ഷെ അധികം നാള് അവൻ എന്നോട് ദേഷ്യം കാണിച്ചു നിന്നില്ല. എന്നെ കുറെ ചീത്ത പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ വിടുവോ? എന്തൊക്കെ പറഞ്ഞാലും അങ്ങോട്ട് പോയി മിണ്ടും. അവസാനം ചെക്കനെ കൊണ്ട് ഞാൻ മിണ്ടിച്ചു. ഇപ്പോഴാണ് അവന് പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി തുടങ്ങിയത്. ചെറുചിരിയോട് ശിവ പറഞ്ഞു. അല്ല, അപ്പൊ ഈ പെണ്ണുങ്ങളോടെന്താ ഇത്ര വെറുപ്പ്? അതിന് ഒരു ഉത്തരമേ ഉള്ളൂ. ഹനിയായിക്കുള്ള മാലിക്കുവിന്റെ ഗേൾഫ്രണ്ട് ആയിരുന്നു എൻ്റെ ഇക്കാക്ക്. ആ പെണ്ണുപിള്ളയെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷെ ഇക്കാനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് അറിഞ്ഞതും അവൾ എൻ്റെ ഇക്കുവിനെ വേണ്ട എന്ന് വെച്ച് അവൾക്കറിയാം എൻ്റെ ഇക്കു അങ്ങനെ ചെയ്യില്ല എന്ന്. എന്നിട്ടും അവൾ മനഃപൂർവ്വം ഒഴിവാക്കി. പിന്നെ കല്യാണി അവളെ ഒരു അനിയത്തിയെ പോലെയാ എൻ്റെ ഇക്ക കണ്ടത്. അവളും ചതിച്ചു. അങ്ങനെ സ്ത്രീകളോട് തന്നെ വെറുപ്പായി ആ മനുഷ്യന്. പക്ഷെ ഇത്ത് വന്നപ്പോൾ അതൊക്കെ മാറ്റിയെടുത്തു കേട്ടോ. ഒരു ഉമ്മയുടെ സ്ഥാനമാണ് ഇക്കു ഇത്താക്ക് കൊടുത്തേക്കുന്നേ. അസു പറഞ്ഞു നിർത്തി. അപ്പോഴേക്കും പുറത്ത് വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടു. ആ, ഇക്ക വന്നു എന്ന് തോന്നുന്നേ. ശിവ അത് പറഞ്ഞ് എഴുന്നേറ്റു. അപ്പോൾ തന്നെ രുദ്ര അവരുടെ കയ്യിൽ കയറി പിടിച്ചു. ചേച്ചി ഇവിടെ നിൽക്ക്, ഞാൻ പോയി നോക്കാം. എന്നെ കണ്ട് ഒന്ന് ഞെട്ടട്ടെ. ഒറ്റ കണ്ണിറക്കിക്കൊണ്ട് രുദ്ര പറഞ്ഞു. ശിവ സമ്മതത്തോടെ തലയാട്ടി. രുദ്ര വേഗം പുറത്തേക്ക് ചെന്ന് ഉമ്രത്തേക്ക് കയറി. ആസി കാണുന്നത് തന്നെ നോക്കി ചിരിയോടെ നിൽക്കുന്ന രുദ്രയെയാണ്. അവൾ അവിടെ കണ്ടതും അവനൊന്ന് ഞെട്ടിത്തരിച്ചു നിന്നു. ഹലോ അളിയ. രുദ്ര വിളിച്ചപ്പോഴാണ് അവന് സ്വബോധം വന്നത്. ആ രുദ്ര, ഇയാളെന്താ ഇവിടെ? ആ, ഇത് കൊള്ളാലോ. ഇതെന്റെ ചേച്ചിയുടെ വീടല്ലേ, എനിക്കിവിടെ വന്നൂടെ? രുദ്ര അവനെ പുച്ഛിച്ചു. അപ്പോഴേക്കും ശിവയും അസുവും അവിടെ എത്തിയിരുന്നു. എൻ്റെ ഇക്കാക്കുവോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഞെട്ടുന്നേ? ഇത് രുദ്ധിത്താന്റെ ചേച്ചിയുടെ വീടല്ലേ, അപ്പൊ ഇങ്ങോട്ട് വന്നൂടെ? ആസിയുടെ ഞെട്ടൽ കണ്ട് അസു പറഞ്ഞു. ആ, അത് പിന്നെ ഇവളെ ഇവിടെ പെട്ടെന്ന് കണ്ടപ്പോ. ആസി തപ്പിത്തടഞ്ഞോട് പറഞ്ഞു. ഓ, അതൊക്കെ ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. ആസിക്ക് ആദ്യം പോയി ഫ്രഷ് ആവ്. ശിവ അവനെയും കൊണ്ട് റൂമിലേക്ക് പോയി. രുദിത്താക്ക് വീടൊക്കെ ഇഷ്ടമായോ? ശിവയും ആസിയും പോയതും അസു രുദ്രയായി വീട് ചുറ്റും കാണിക്കാൻ ഇറങ്ങി. പിന്നെ അടിപൊളി. കുറെ ദിവസങ്ങൾക്ക് ശേഷം ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങി. അച്ഛൻ അവിടെ നിന്ന് ഇറക്കി വിട്ടത് ഇപ്പോൾ നന്നായി എന്ന് തോന്നുന്നേ. ഇവിടെ ഒരു ദിവസം നിന്നപ്പോൾ തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സമാധാനമുണ്ട്. നിന്റെ ആ കുഞ്ഞിക്ക് ഇന്നലെ വന്നില്ലായിരുന്നുവെങ്കിൽ നാളെ എൻ്റെ പടം പത്രത്തിൽ മുൻഭാഗത്ത് തന്നെ വന്നേനെ. തമാശ പോലെയാണ് രുദ്ര പറഞ്ഞത് എങ്കിലും അവളുടെ ഉള്ളിൽ വിഷമം അസുവിന് മനസ്സിലായി. അവന് പിന്നെ അതിനെക്കുറിച്ചൊന്നും ചോദിക്കാൻ നിന്നില്ല. ചേച്ചി എന്താ പഠിച്ചത്? അസു രുദ്രയോടായി ചോദിച്ചു. ഞാനോ BSc നഴ്സിംഗ് കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക ഇങ്ങനെയൊക്കെ നടന്നത്. മങ്ങിയ ചിരിയോടെ അവൾ പറഞ്ഞു. അല്ല, നീ എന്ത് ചെയ്യുന്നേ? അത് പറഞ്ഞില്ല. ഞാൻ +2.
അസു പറഞ്ഞു. പിന്നെയും അവർക്ക് എന്തൊക്കെയോ പറഞ്ഞ് അവിടെ മൊത്തം നടന്നു. ഓ, അപ്പോ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്താ നമ്മുടെ രണ്ടുപേരുടെയും അച്ഛന്മാര് ഇങ്ങനെയായത്? സ്വന്തം മകൾ തന്നെയല്ലേ രുദ്ര അയാളുടെ? ശിവ എല്ലാ കാര്യവും ആസിയോട് പറഞ്ഞപ്പോൾ ആസി ദേഷ്യത്തോട് ചോദിച്ചു. എൻ്റെ അച്ഛൻ്റെ സ്വഭാവം ഇക്കാക്ക് അറിയുന്നതല്ലേ. പണത്തോടല്ലാതെ വേറെ ഒന്നിനോടും ഞങ്ങളുടെ അച്ഛന് സ്നേഹമില്ല. പക്ഷെ ഇങ്ങനെയൊന്നും ചെയ്യുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ചാരിട്ടൊഴുകി കണ്ണുനീർ തുടച്ചു മാറ്റിക്കൊണ്ട് ശിവ പറഞ്ഞു. അത് കണ്ട് ആസി അവളെ ചുറ്റിപ്പിടിച്ചു. അതെ, ഇങ്ങനെ കരഞ്ഞ എൻ്റെ പെണ്ണിനെ കാണാനൊരു മൊഞ്ചില്ലാട്ടോ. എൻ്റെ പെണ്ണ് എപ്പോഴും ചിരിച്ചു കളിച്ച് നടന്നാൽ മതി. ആസി അവളുടെ കരഞ്ഞ കണ്ണുകൾ കണ്ട് മൂക്കിൽ പിടിച്ചു വലിച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ടതും ശിവ നാണത്തോടെ ചിരിച്ചു. ആ, ഇതാണ് എൻ്റെ പെണ്ണ്. വെറുതെ കരഞ്ഞിരുന്ന വല്ല പൊട്ടക്കിണറ്റിലും കൊണ്ടുപോയിടും ഞാന്. കപട ദേഷ്യത്തിൽ ആസി പറഞ്ഞതും ശിവ അവൻ്റെ നെഞ്ചിലൊരു കുത്തുകൊടുത്തു. പെണ്ണെ, എനിക്ക് നൊന്തു കേട്ടോ. നെഞ്ചു തടവി കൊച്ചുകുട്ടികളെ പോലെ ആസി പറഞ്ഞതും അവളുടെ കണ്ണിൽ കുസൃതി നിറഞ്ഞു. അച്ചോടാ, ശിവയുടെ പൊന്നിന് വേദനിച്ചോ? കള്ളച്ചിരിയോടെ അവന്റെ നെഞ്ചിൽ തടവിക്കൊണ്ട് അവൾ ചോദിച്ചു. അവൻ അതേന്ന് തലയാട്ടി. അപ്പൊ വേദന മാറാൻ എന്തു ചെയ്യും? ശിവ ചോദിച്ചതും അവന്റെ കണ്ണിലും കുസൃതി നിറഞ്ഞു. അത് പിന്നെ ഇവിടെ ഒരു ഉമ്മ തന്നാൽ മതി, മാറിക്കോളും. നെഞ്ചിൽ തടവിക്കൊണ്ട് ആസി പറഞ്ഞു. അത്രേ ഉള്ളോ എന്ന് ചോദിച്ച് ശിവ അവന്റെ നെഞ്ചിൽ ഒരു കടി കൊടുത്തു. റൂമിന്റെ പുറത്തേക്ക് ഓടിപ്പോയി. ആസി ഒരു ചിരിയോടെ നെഞ്ചിൽ തടവി അവൾ പോകുന്നത് നോക്കി നിന്നു. പിന്നെ ഒരു ടീഷർട്ട് എടുത്തിട്ട് താഴേക്ക് ചെന്നു. മാലിക് റൂമിൽ ലാപ്പിൽ എന്തോ സിനിമ കണ്ടുകൊണ്ടിരിക്കുവാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് അസുവും രുദ്രയും കയറി വന്നത്. രുദ്രയെ കണ്ടതും അവന്റെ മുഖം മാറി. നിന്നോട് ആരാസു ഇവളെയും കൂട്ടി ഇങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞേ? ലാപ്പ് അടച്ചു വെച്ച് ദേഷ്യത്തോടെ മാലിക് ചോദിച്ചു. പെട്ടെന്നുള്ള അവന്റെ ദേഷ്യം കണ്ട് രുദ്ര പേടിച്ചു പോയിരുന്നു. അതീക്കോ, ഞാൻ ഇത്തേ വീടിന്റെ ഉൾഭാഗം മൊത്തം കാണിക്കുമായിരുന്നു. അപ്പൊ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് കയറിയെന്നേ ഉള്ളൂ. അസു അവന്റെ ദേഷ്യം കൊണ്ട് പേടിച്ചു മറുപടി പറഞ്ഞു. അതിന് ഇവക്ക് എന്റെ റൂം കാണിച്ചു കൊടുക്കുന്നത് എന്തിനാ? ഇറങ്ങിപ്പോടാ. മാലിക്ക് വീണ്ടും ദേഷ്യപ്പെട്ടു. ഓ, ഇങ്ങർക്ക് എന്താ എന്നോട് വല്ല വൈരാഗ്യവും ഉണ്ടോ ദേവി? എന്നെ കണ്ടാ തുടങ്ങുമല്ലോ അലറാന്, ചെകുത്താൻ. രുദ്ര അവനെ നോക്കി മനസ്സിൽ പറഞ്ഞു. എന്തടി നീ എന്നെ നോക്കി നിൽക്കുന്നേ? വീണ്ടും അവന്റെ അലർച്ച കേട്ടതും അവൾ അവനെ നോക്കി കണ്ണുരുട്ടി. ഞാൻ ഈ റൂമിൽ കയറിയ ഈ റൂം ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുവോ? ദേ ചെകുത്താനെ, എന്റെ യഥാർത്ഥ സ്വഭാവം പുറത്തെടുപ്പിക്കരുത്. ഇനി എന്റെ മുന്നിൽ ഇങ്ങനെ അലറിയ ഗ്ലൂ ഗൺ ഉരുക്കി തന്റെ വാഴിയിൽ ഒഴിക്കും ഞാൻ, ജാഗ്രതയിൽ. രുദ്ര അവനെ നോക്കി കലിപ്പിട്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മാലിക് അവൾ പോകുന്നത് ദേഷ്യത്തോടെ നോക്കി. അസു അവൾ പറഞ്ഞത് കേട്ട് കിളിയും പറപ്പിച്ചു നിന്നു. അല്ല പിന്നെ, വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ ഇങ്ങോട്ട് കയറി ചൊറിയുന്നോ? ഇനി ഇയാളുടെ മുന്നിൽ പോയി നിൽക്കരുത് രുദ്രേ, അതാ നിന്റെ ഹെൽത്തിന് നല്ലത്. രുദ്ര അവളോട് തന്നെ പറഞ്ഞുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അവിടെ ശിവ ആസിക്ക് കഴിക്കാനുള്ള ഭക്ഷണം എടുക്കുമായിരുന്നു. ഇങ്ങോട്ട് താ, ഞാൻ കൊണ്ടുചെന്ന് കൊടുക്കാം. രുദ്ര ശിവയുടെ കയ്യിൽ നിന്ന് ഇടിലിട്ട് വെച്ച് കാസ്ട്രോള് വാങ്ങി ഹാളിലേക്ക് നടന്നു. തസ്ലിം വില്ല. അറിഞ്ഞില്ലേ നിങ്ങളുടെ രണ്ടാമത്തെ മോന് ഒരു പെണ്ണിനെ വിളിച്ചിറക്കിക്കൊണ്ടു വന്നു എന്ന്? സുറുമി, മാലിക്കിന്റെ ഉപ്പയുടെ രണ്ടാമത്തെ ഭാര്യ, പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ട ലത്തീഫ് തസ്ലിം സോഫയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. വാട്ട്?